മുതലാളി ഒരു കാര്യം ചെയ്യും, നമ്മളെ പുരയിലേക്കുള്ള മരം ഇറക്കിയതിന് ശേഷം മതി നമ്മളെ മുതലാളിന്റെ എസ്റ്റേറ്റിലേക്കുള്ള മരം ഇറക്കാൻ കേട്ടാ. അല്ല നമ്മൾ എപ്പോഴാ കൊടുത്തേക്കേണ്ടത്? അല്ല അത് അല്ലാന്ന് മരം വാങ്ങി കുറച്ച് ചെമ്മീൻ കിട്ടിക്കുന്ന കൊടംപുളിയും കൂടി കിട്ടി അതിട്ട് ബെക്കേന്ന് പറയണ മുതലാളി. ഞങ്ങളിപ്പോ വരെ അറിഞ്ഞ അവിടെ ഹോട്ടലുകാർ വന്ന് വലിയ അടി നടത്തുക. രാകേഷും രമേശും കൊണ്ടുവന്ന സാധനങ്ങളൊന്നും അവരുടെ സ്വന്തമല്ല, മോഷ്ടിച്ചതാണെന്ന്. ഇത് വെച്ച് നമുക്ക് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്താലോ? എന്താ ഇവിടെ ഇരിക്കുന്നേ? അല്ല ഞാൻ ആലോചിക്കും. അവസാനം തെങ്ങിന് താഴെ വന്നപ്പോഴാ അമ്മ എല്ലാം അമ്മൂമ്മയാന്ന് മനസ്സിലായത്. ഇവരാളൊരു ഭയങ്കര അവനെ പോയി മറ്റേ സംഘടിപ്പിച്ചോണ്ടോ. ഞാനിപ്പോ കൊണ്ടുവരാം. വേഗം പറഞ്ഞു കേട്ടോ. അവൻ ചെറുപ്പത്തിലെ സ്വഭാവം ഇപ്പോഴും മാറിയിട്ടില്ല. നിങ്ങളെങ്ങോട്ടാണ് പോണ? ഇതാന്ന് രണ്ടാൾക്കാർ പിന്നിതെന്താണ് പന്നി കുട്ടികളോ? എന്റെ പൊന്നും ചങ്ങായിമാരെ, നിങ്ങൾ ഈ ദുനിയാവ് മുഴുവൻ തെരഞ്ഞെടുത്ത് നടന്ന് മതിയായി. എന്താ കാര്യം കുന്തോ? ഏതായാലും നിങ്ങൾ രണ്ടാളും ഒന്നിച്ചുണ്ട് വളരെ നന്നായി. ഒന്ന് പറഞ്ഞു കൊടുക്കി. നിങ്ങളുടെ അമ്മാവൻ നിങ്ങളുടെ പഴയ അമ്മാവനല്ല. അയ്യോ, പഴയ അമ്മാവൻ എന്തേ? പഴയ അമ്മ കുവൈത്തിലേക്ക് പോയിക്കണ്. യുദ്ധത്തിന് വെടിയൊക്കെ മൂപ്പരാണ് അങ്ങോട്ട് വിളിച്ചിക്കണ്. എടോ പഴയ അമ്മാവൻ തന്നെയാണ് അമ്മായി ആയിട്ടില്ല. പക്ഷെ എന്താ സ്വഭാവത്തിനൊരു മാറ്റം വന്നു. മൂപ്പര് സോപ്പിട്ട് നിന്നാല് സ്വത്തുക്കളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതിന്റെ മാർഗങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കി. ഒന്ന്, അമ്മാവൻ വിളിക്കുമ്പോ ഓടി ചാടി കയറി അങ്ങോട്ട് ചെന്നേക്കരുത്. അത് അമ്മാവന് ഇഷ്ടല്ല. രണ്ട്, അമ്മാവന്റെ കൂടെ ഇരിക്കരുത്. മൂന്ന്, കഴിയുന്നതും അമ്മാവനെ കാണാതിരിക്കുക. അയ്യോ, രണ്ടും കൂടി പന്ത്രണ്ട് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കണേ. അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നോർക്കും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാത്ത ഇവരോടാണ് ഈ പാട്ട് പാടി മനസ്സിലാക്കണത്. കൊടുക്ക നമ്മൾ പറഞ്ഞുതരാം. അധ്വാനിക്ക, അതായത് നയിക്ക. നമ്മൾ രാവും പകലും കൈക്കോട്ടെടുത്ത് പറമ്പിൽ കിളയ്ക്കുക, മതിൽ കെട്ടുക, മതിൽ പൊളിക്കുക, പിന്നെയും കെട്ടുക, പിന്നെയും പൊളിക്കുക, പിന്നെയും കെട്ടുക, പിന്നെയും പൊളിക്കുക. ഇങ്ങനെ ആകുമ്പോ എന്താവും? അമ്മോൾ സന്തോഷാവും. സന്തോഷമായ നിങ്ങൾ ഗോളടിക്കും, സ്വത്തുക്കൾ മുഴുവൻ നിങ്ങൾക്ക് കിട്ടും. കിട്ടുമെന്നോ? എന്താ ഇവിടെ കിട്ടുമെന്നോ? അതിനാണ് ഞാൻ പറയുന്നത് രാവും പകലും ഉറക്കൊഴിഞ്ഞ് അധ്വാനിച്ചത്. ഇതിന് മൂപ്പര് ഒലക്കാൻ വിളിച്ച് നോക്കി കിട്ടുമെന്നോ? അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇയാളുടെ വാപ്പാനെ കയറി പട്ടിനെ വിളിച്ചോ? പാപ്പനല്ല, ബാപ്പന്റെ വാപ്പനെ. എന്തായാലും ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ഇയാളുടെ വാപ്പനെ പട്ടി നോക്കുന്ന കാര്യം അല്ലടോ, സ്വത്തിന്റെ കാര്യം. ഇയാൾ എന്താ ആലോചിക്കണേ? സ്വത്തിന്റെ കാര്യം തന്നെ. ഇങ്ങോട്ടൊക്കെ നിങ്ങൾ എന്താ ആലോചിക്കണേ? ഞാൻ തന്റെ വാപ്പനെ പട്ടിന്ന് വിളിക്കുന്ന കാര്യം ആലോചിച്ചതാ. ബാപ്പനല്ല, ബാപ്പന്റെ വാപ്പനെ. വാപ്പന്റെ ഇങ്ങോട്ട് പോയി. ആ കുട്ടികൾ അവിടെ കിടന്നിട്ട് അധ്വാനിച്ചോട്ടെ. നിങ്ങൾക്ക് ഗുളിക കുടിക്കേണ്ട സമയമുണ്ട് കേട്ടാ. അങ്ങോട്ട് നടക്ക്, ഞാൻ കാണിച്ചു നടക്ക്. അധ്വാനിക്കുന്നവനും ഭാരം ചുമക്കുന്നവനുമുള്ള നമ്മുടെ സ്വത്ത് ഉടനെ രജിസ്റ്റർ ചെയ്ത് രാകേഷിന്റെയും രമേഷിന്റെയും പേരിലാക്കണം. അത് ഉടനെ വേണോ? സ്വന്തം കാലിൽ നിക്കാറായിട്ട് പോരെ? അതിന് മാത്രം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. അവര് ചെറിയ കുട്ടികളല്ലേ? അല്ലേ? അത് ഇവിടെ പറയും. അല്ലേ? എന്തായാലും ശരി, അവരെന്റെ അനന്തരവന്മാരാണ്. അവരുടെ സ്വത്ത് അവർക്ക് കൊടുത്തേ മതിയാവും. എനിക്കാണെങ്കിൽ വയസ്സായി, ഇനി അവർ സ്വന്തമായി കൈകാര്യം ചെയ്തോട്ടെ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. വെള്ളം വേണം? വേണ്ട 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 വേണ്ട, വെള്ളം ഒഴിക്കണ്ട. ഒരു പങ്ക് കൂടെ വേണം. ഇന്നത്തെ കോട്ട ഇത്രേ ഉള്ളൂ. ഇന്നത്തെ കോട്ട ഇത്രേ ഉള്ളൂ. നോക്കി ഇന്നത്തെ കോട്ട ഇത്രേ ഉള്ളൂ കേട്ടാ. ഇനി ഭാഗം വെപ്പും രജിസ്ട്രേഷനും ഒക്കെ നമുക്ക് പിന്നെ ആവാം. എന്തോന്ന് ചൊറിഞ്ഞോണ്ടിരിക്കാം. ഈ ഓലമടല ശല്യം ഞാൻ ഒഴിവാക്കി തരാം. എന്താടാ ഓലമടല് കണ്ടാലും വട്ടളവോ?
കോശ എന്റെ പൊന്നും കോശ, കഴിഞ്ഞ ആഴ്ചത്തെ കണക്ക് നമ്മൾ ഒന്ന് കഴിച്ചിട്ടായിരുന്നു. എടാ കുഞ്ഞു മുഹമ്മദേ, കഞ്ഞി എന്തേ? അല്പസ്വല്പാണെങ്കിൽ സാരില്ലായിരുന്നു. ഇത് രൂപ 85,000 അല്ലേ? എന്നാ അതിന്റെ അർത്ഥം 85,000 രൂപ നീ പോക്കറ്റിലാക്കിന്നല്ലേ അല്ലേ? ഇങ്ങോട്ട് നോക്കടാ. ആ എന്നെ അതിന്റെ പോക്കറ്റിലായി പോയതാ. എന്റെ ദൈവമേ, ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് ഞാൻ പറയാണ്. എന്താണ്? പറയണ്ട. എന്താണ് കോശ? നിങ്ങൾ നമ്മൾ ഒന്നല്ലേ, പിന്നെ എന്തിനാ ഈ ഒളിച്ചു നോക്കണേ? എന്തിനാ ഈ സങ്കടം? എനിക്ക് അതിന്റെ പകുതി എനിക്ക് കിട്ടണം. അല്ലാ, അസല് ബിത്താണ് മോനെ. അല്ലെ അന്റെ പോരല്ലേ ഇമ്മാതിരി ബിത്ത് ഞമ്മക്ക് കിട്ടാണ്. വേറെ ഇല്ലേ? ഇല്ല. ഉമ്മക്കാരൻ. കരളേ എന്റെ കരളിൽ അല്ല, ജോലിയൊന്നും ചെയ്യാതെ ഇവിടെ കുത്തിയിരിക്ക. ആര് പറഞ്ഞു ജോലി ചെയ്തില്ലാന്ന്? ജോലി ചെയ്തിട്ട് തന്നെ ഇരിക്കുന്നത്. വെക്കാതെ ഒരു ബീഡിങ്. അതെ, അവനെവിടെ? ഇവിടെ അരേടി രമേശല്ലേ? അവര് ദേഹം ഇളകാതെ ജോലി ചെയ്തപ്പോ ദേഹം മുഴുവൻ വേദന. ആ ഇളകാതെ ചെയ്തിട്ടാ വേദന. ആ എനിക്കും വേദന ഇല്ലാതില്ല. പക്ഷെ സ്വത്തുക്കൾ കിട്ടുന്നതുവരെ ഞാൻ ജോലി ചെയ്യും. കിട്ടും, ഇപ്പൊ തന്നെ കിട്ടും കേട്ടാ. നിങ്ങൾ ആയുഷ്കാലം മുഴുവൻ ജോലി ചെയ്താലും സ്വത്തിന്റെ തരി പോലും കിട്ടാൻ പോകുന്നില്ല. ഇത്ര മണ്ടനായി പോയല്ലോ നീ. ആ 3 ചെകുത്തന്മാരും കൂടെ ചേർന്ന് ഈ കോഴിശ്ശേരി തറവാട് കുളം തോണ്ടും. തീർച്ച. നീ ഒന്ന് പോടാ, അതൊക്കെ നിന്റെ തോന്നല. എന്നോട് അവർക്കെല്ലാം എന്ത് സ്നേഹമാണെന്നോ, പ്രത്യേകിച്ച് ഇക്കാക്ക്. ഞാനിപ്പോ പൊയ്ക്കേ കാണും. ചെല്ല്, അങ്ങോട്ട് ചെല്ല്. ഇപ്പൊ എടുത്തേക്ക് തരും. നീ ആ ഗതാഗതത്തിനെ വിട്ടിട്ട് ആ ധനകാര്യത്തിനെ പിടിക്കാൻ നോക്ക്, വല്ലതും നടക്കും. നീ വെറുതെ അധ്വാനിക്കുന്ന ജനവിഭാഗത്ത് നിരുത്സാഹപ്പെടുത്തരുത്. എനിക്കിവിടെ പണിയുണ്ട്, നീ പോവാൻ നോക്ക്. അയ്യാ, അധ്വാനിക്കുന്ന ഒരു ജനവിഭാഗം. പോടെ പോടെ. ഞാൻ പോവാ. യുവന്മാര് ഇക്കണക്കിന് അമ്മാവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അയൽവക്കത്തെ കൂലിപ്പണി വരെ ചെയ്തേക്കും. ചെയ്യും. ആ നാരായണുള്ള കാര്യസ്ഥനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. പറഞ്ഞ പോലെ അയാൾ ഇവിടെ പോയി കിടക്കുന്നു. എന്തെങ്കിലും ആട്ടെ, നമുക്ക് നമ്മുടെ പണി നോക്കാം. അതെ പോണം. അല്ലോ, അത് ശരി, ദുഷ്ടൻ. മൂക്കറ്റം കുടിച്ചിട്ട് കിടക്കയാ. എഴുന്നേക്കടാ. എഴുന്നേൽക്കാൻ വലിയ ശല്യമായല്ലോ. അതെ, ശല്യം തന്നെയാ. എന്തൊരു കഷ്ടം. ഓ, അപ്പൊ ഞാൻ നിനക്കൊരു ശല്യമായല്ലേ? എന്നാ ഒരു കാര്യം കേട്ടോ, നമ്മുടെ ഓമനെ കണ്ടപ്പോ അവൻ പറയാ ആ 2 ചെറുത്താന്മാരെ പറ്റി. അവരെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. നമ്മളത്ര മണ്ടന്മാരൊന്നും അല്ലല്ലോ. സമയം വരട്ടെ, നമുക്ക് കാണിച്ചു കൊടുക്കാം. മണ്ടന്മാരല്ലായിരുന്നാ നിങ്ങൾക്ക് കൊള്ളാം. ഇവനോട് ഞാൻ എന്താ പറയാ? പണ്ടാരുടെ കാണൊരു കുടി. നോക്കിയേ, വല്ല ചെകുത്താന്മാരുടെയും വർത്തമാനവും കേട്ടോണ്ട് 24 മണിക്കൂറും പറമ്പും കിടച്ചോണ്ട് ഇറങ്ങാനുണ്ടല്ലോ, സ്വത്താമ്പള്ളേരെ കൊണ്ടുപോകും. നീ എന്തൊക്കെയാണ് ഈ പറഞ്ഞോണ്ട് വരുന്നത്? നിന്റെ ഈ ഒടുക്കത്തെ കുടി ഒന്ന് നിർത്താമോ? പിന്നെ ഇത് നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട സ്വത്താ. ഇത് മറ്റുള്ളവരുടെ കയ്യിൽ പോകാതെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാ. ആ തന്നെ. ഓ, നീ ധൈര്യമായിട്ട് എന്ന് ചോദിക്കും, ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ലല്ലേ? നീ ചെല്ലടേ. ചോദിക്കാം. അതെ, ഇല്ല, നീ ചോദിക്കേ. അല്ല, അതെ, കുറെ ദിവസമായി ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. എന്താ കാര്യം? ഇല്ല, ഇവനാണ് ചോദിക്കണമെന്ന് പറഞ്ഞത്. അതെ, ഞാൻ വേറൊന്നുമല്ല. പിന്നെ ഈ ഞങ്ങൾക്ക് കഞ്ഞിയും ചമ്മന്തിയും തരണമെന്ന് ആരാ പറഞ്ഞേ? അത് എന്തോന്നത്? ഉത്തരം പറയാനില്ലായിരിക്കും അല്ലേ? ഞാൻ എന്ത് പറയാനാ? ഈ പാവം വേലക്കാരിയെ എന്തിനു നിങ്ങൾ ഇങ്ങനെ അലട്ടുന്നു? അലട്ടല്ലോ. കോഴിശ്ശേരി തറവാട്ടിലെ ലക്ഷക്കണക്കിന് വരുന്ന സ്വത്തുക്കളുടെ അനന്തര അവകാശികളാണ് ഞങ്ങള്. ആരാ ഇത് ചെയ്യിച്ചതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞേ മതിയാവും. അതെ, അത് കുറുപ്പദ്ദേഹം പറഞ്ഞിട്ടാ. ലൈലേ, കള്ളം പറയല്ലേ. അമ്മാവൻ അങ്ങനെ പറയില്ലെന്ന് ഞങ്ങൾക്കറിയാം. വേണ്ടടാ, വിട്ടേര്, നമുക്ക് തന്നെ കണ്ടുപിടിക്കാം. നീ വാ. ഗുഡ് മോർണിംഗ് ഇക്ക. വെരി വെരി ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എങ്ങനെയുണ്ട് വണ്ടി? സ്റ്റൈലായിട്ടുണ്ടല്ലേ?
എന്റെ മോനെ രാകേഷ്, നീ വെറുതെ സോപ്പിടല്ലേ. പറയാനുള്ള എന്താ വെച്ചാ നേരെ ചുവപ്പ് പറയും, ഇങ്ങനെ വളച്ചു പിടിച്ചണ്ട കേട്ടാ. എന്നാ നേരെ ജോവിനെ പറയാം. സ്വത്തുക്കൾ കിട്ടുമെന്നും പറഞ്ഞ് എന്നെ രമേശനും കൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടി ജോലി എടുപ്പിച്ചില്ലേ? എന്നിട്ട് ശരിക്കുള്ള ആഹാരം പോലും ഞങ്ങൾക്ക് തരുന്നില്ല. അതെന്താ മോനെ അങ്ങനെ? നിങ്ങൾക്കെല്ലാം ഇക്കാണ്ട സ്വത്തൊക്കെ പിന്നെ ആർക്കാണ്? സ്വത്തിന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ, ആദ്യം ആഹാരത്തിന്റെ കാര്യം ആവട്ടെ. അല്ല, അതവിടെ ഇരിക്കട്ടെ. ഈ ആകാരത്തിന് എന്താ ഒരു കുഴപ്പം? ഇപ്പം ഞങ്ങൾക്ക് കഞ്ഞിയും ചമ്മന്തിയാ പതിവായി തരുന്നത്. ഈ കാര്യം ഞങ്ങൾ ലൈലയോട് പറഞ്ഞതുമാണ്. ലൈലയോട് എന്താ പറഞ്ഞേ? അത് പറയട്ടെ, അവിടെ പറയട്ടെ. അല്ല, ഈ കഞ്ഞിയും ചമ്പന്തിന്റെയും കാര്യം പറയാണ്. അത്രേ ഉള്ളൂ രാകേഷ്. അതേ കോശിച്ചായ. ഈ പണി എടുപ്പിച്ചതും ആഹാരത്തിന് വേണ്ടി ബഡ്ജറ്റ് വെട്ടിക്കുറച്ചതും ഒക്കെ ഞാനാ. ഇതറിഞ്ഞപ്പോ കുറുപ്പ് അദ്ദേഹത്തിന് എന്ത് സന്തോഷായിരുന്നോ. നേരാണോ കോശിച്ചായ? പിന്നെ സ്വത്തുക്കള് മുഴുവനും രാകേഷിനും രമേശനും എഴുതി കൊടുക്കാൻ പോവുകയാണെന്ന് കുറുപ്പത്തി ഞമ്മളെ വിളിച്ച് പറഞ്ഞു. സത്യം? കള്ളത്തരം ഇങ്ങോട്ട് നമുക്ക് കള്ളത്തരം പറയേണ്ട ആവശ്യമുണ്ടോ? മോനെ, ഞമ്മൾ ഇങ്ങളൊരു ബൈക്ക് ആക്കി തരാം. ആ കാര്യം ഞങ്ങൾ ഏറ്റു. ആ, വന്നേ. എന്തിനാ തല്ലേ? കൊല്ലും ഞാൻ ആ പന്നീനെ. ലൈലയ്ക്ക് എന്താ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത്? അത് പറഞ്ഞ അമ്മാവെ എന്നെ വഴക്കു പറയോ? ഇല്ല, ധൈര്യമായി പറഞ്ഞു. കോശിച്ചായനെയും കുഞ്ഞുമുഹമ്മദിനെയും പറ്റിയാ. അവനെ പറ്റിയോ? എന്താ? അത് രമേഷിനും രാകേഷിനും കഞ്ഞിയും ചമ്മന്തി അല്ലാതെ വേറൊന്നും കൊടുക്കരുതെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഓ, അത്രേ ഉള്ളോ? ഞാൻ വേറെന്തൊക്കെയോ വിചാരിച്ചു. നീ പറഞ്ഞത് ശുദ്ധം നുണയാ. കോശിയും കുഞ്ഞുമുഹമ്മദും എന്നോട് പറഞ്ഞത് പിള്ളേർക്ക് കഞ്ഞിയും ചമ്മന്തിയുമാണ് ഇഷ്ടം എന്നാണല്ലോ. അല്ലമ്മാവാ, അവന്മാര് മനഃപൂർവ്വം ആ പിള്ളേരെ കഞ്ഞിയും ചമ്മന്തിയും തീറ്റിക്കുക. നീ വെറുതെ അവരെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഒരിക്കലുമില്ല, ഞാൻ പറഞ്ഞത് സത്യമാണ്. അങ്ങത് വിശ്വസിക്കണം. തൽക്കാലം നീ ഒരു കാര്യം ചെയ്യും, അടുക്കളയിൽ ചെന്ന് എനിക്കും കുറെ കഞ്ഞിയും ചമ്മന്തിയും എടുത്തോണ്ടു. ഞാൻ ഇപ്പൊ പറയുമ്പോ അമ്മാവന് തമാശ, ഒടുവിൽ അറിയും. ും ദേവോ മൃദേവോ മൃഡകാ സ്വാമി ബൽദേവാ സ്വാമി വായൂരപ്പ സ്വാമി 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 ഓം സ്വാമി സ്വർണം സ്വർണേശ്വരായ നമഃ സ്വാമി പ്രതികടയും സ്വാമി ഗുരുവായൂരപ്പ ഭഗവാനെ രക്ഷിക്കണേ. സ്വാമി ഭഗവാനെ പ്രതികടയും സ്തുനീം പ്രീം സ്തുതരീം സുവർണക്ഷേത്രീം പ്രതികടയും സംസ്നാഹിം സ്വാമി ഭഗവാനെ. പാഠം ചൊല്ലിപ്പടിച്ചും തല്ലിപ്പടിച്ചും നാളെയൊരാളാകും. കേട്ടോ, ഞാനും ഒരാളാകും. ഓട്ടോ പൈലറ്റ് പോലാകും. ഹലോ, മാളഭട്ട് ഹിയർ. ആർക്കാണ് സംസാരിക്കാൻ കൊടുക്കാനത്? സറി സറി, മാണിക്കം സാർക്കാണാ? എവിടെയാണ് നിങ്ങൾക്ക്? ഓ, ആ കാര്യം നമ്മൾ ഏറ്റു. സറി സറി, ആദ്യം നിങ്ങൾ വെക്കേ, എന്നിട്ട് നമ്മൾ വെക്കാം. ആദ്യം നിങ്ങൾക്ക് വെക്കാൻ കൊടുക്കേ, എന്നിട്ട് നമ്മൾക്ക് വെക്കാൻ കൊടുക്കാൻ പറ്റേ. സരി സരി, ഓക്കെ ഓക്കെ. അപ്പ എന്താണ്? മോള് കോളേജിൽ പോയിട്ട് വരട്ടെ. മോള് കോളേജിൽ പോയിട്ട് വേഗം വരണം. കോളേജ് വിട്ടാ ധരായോ? ഈ അപ്പയ്ക്ക് എപ്പോ നോക്കിയാലും തമാശയാ. തമാശയല്ലടോ, കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ടിവിയിൽ കാണാൻ കൊടുക്കാറില്ലേ, ചില കള്ളന്മാർ വന്ന് മതിൽ പൊക്കി നോക്കി പെമ്പിള്ളേരെ പിടിച്ചോണ്ട് പോണത്. അങ്ങനെ പോകുകയാണെങ്കിൽ പറഞ്ഞിട്ട് പോണം. പോയിട്ട് പറഞ്ഞം, വരാതിരിക്കരുത്. ഓക്കെ അപ്പ, കോളേജിൽ പോയ സമയം പോയിട്ട് വരട്ടെ. പണ്ടാറമാണ് കളിക്കാനത്. ഇത് വാങ്ങിയ പൈസ ഉണ്ടായിരുന്നെങ്കിൽ യുവമാർക്ക് ഒരു മാസം സുഖമായിട്ട് വെള്ളം അടിക്കാനും. കണിശമായിട്ട് ഇവന്മാർ ഇത് അമ്മാവനെ പറ്റിച്ചുണ്ടാക്കിയതാ. അല്ലാതെ അവന്മാരുടെ അടുത്ത് എവിടുന്നാ ഇതിനൊക്കെയുള്ള പണം? പ്രിയപ്പെട്ട രാകേഷിനും രമേഷിനും എന്റെ 60ാം പിറന്നാളിന് നിങ്ങളെല്ലാവരും കാലേ കൂട്ടി എത്തിച്ചായിരുന്നു എന്ന് നിങ്ങളുടെ ജാനകി വല്യമ്മച്ചി.
നമ്മുടെ ജാനകി വല്യമ്മയുടെ 60-ാം പിറന്നാൾ ആഘോഷം ക്ഷണക്കത്താ. എല്ലാവരും ചെല്ലണമെന്ന്. നമുക്കും പോണ്ടേ? പിന്നെ നവാ അമ്മാവനോട് ഇന്ന് വിവരം പറയാം. ആ എന്താ കുട്ടികളെ? വല്യമ്മാവനെ എഴുത്തുണ്ട്. എന്താ ഇത് ജാനകിയമ്മയുടെ കഥ. എന്താ വിശേഷിച്ച്? വല്യമ്മയുടെ 60-ാം പിറന്നാളിന് നമ്മളെല്ലാവരും ചെല്ലണമെന്ന്. എനിക്കിനി യാത്ര ചെയ്യാനും മറ്റും വയ്യ. നിങ്ങൾക്ക് പോണമെന്നില്ലേ? പോണമെന്നുണ്ടമ്മാവ. പക്ഷേ പണം വേണമായിരിക്കും. എത്ര പണം വേണമെങ്കിലും കോഴിക്കോട് വാങ്ങിച്ചോളൂ. ഓ കോശായ, എന്താ ജാനകി വല്യമ്മയുടെ വീട്ടിൽ പോകാൻ കുറച്ച് കാശ് കിട്ടിയാൽ കൊള്ളാം. എത്രയാ വേണ്ടത്? ഒരു 1000 രൂപ വേണം. വല്യമ്മയുടെ വീട്ടിൽ പോയാലല്ലേ രൂപ ചെലവാവുള്ളൂ. അപ്പോ ഞാൻ പോകണ്ടെന്നാണ് കോശായം പറയുന്നത്. ആരാ ഇവിടത്തെ ധനകാര്യം നോക്കണേ? എന്താ രാകേഷേ മുഖത്തൊരു ബല്ലായ്മ? വല്യമ്മയുടെ വീട്ടിൽ പോയി ഒരു 1000 രൂപ വേണം. അത്രേ ഉള്ളൂ? 2000 ഉറുപ്പ്യ മേടിച്ചോ. ഒരു 10% കമ്മീഷൻ പോയിട്ട് ബാക്കി 1800 രൂപ വാങ്ങിച്ചോളൂ. എന്താ സമ്മതല്ലേ? ഓ അല്ല, കുഴപ്പമില്ല. കിട്ടുന്ന അങ്ങോട്ട് മേടിച്ചോളി. ഒക്കെ ഞമ്മള് പറഞ്ഞുതരാം. ഇപ്പൊ ഈ 200 ഉറുപ്പ്യ കമ്മീഷൻ എന്ന് പറഞ്ഞില്ലേ, അത് ഞമ്മക്ക് വേണ്ടിട്ടല്ല, സ്വന്തം മാപ്പത് പോലെ സ്നേഹിക്കുന്ന ഇയാൾക്കും വേണ്ടിട്ടല്ല. പിന്നെ ഇവിടെ വേറെ എടുത്തിട്ടുണ്ടല്ലേ നാരായണൻ, ആ നാറിക്ക് വേണ്ടിട്ടാ. എന്തിനാ അതൊക്കെ ഇവിടെ പറയണേ? വേണ്ട, കുട്ടി എപ്പോഴാ പോണ വെച്ചോട് വന്നോളൂ, ഞാൻ കാശ് തരാം. ആ ശരി, ഞാൻ പോകുന്നു. ഞമ്മളോട് പോകാനേ? അവോ പിന്നെ ആ 200 100 കൊണ്ട് എടുക്ക്. ചത്താ മതി ഇവിടെ. പൈസ ചോദിച്ചപ്പോ കൊഞ്ചിണ്ടാ? പൈസ ഉണ്ടാ? ആ പന്നി പോയാ? പോയി ആ പൈസ തരാടാ.